സംസ്ഥാനത്തിന്റെ പല മേഖലകളിലും രൂക്ഷമായ മഴക്കെടുതിയാണ് അനുഭവപ്പെടുന്നത്. പ്രത്യേകിച്ച് മരം വീണും വീട് തകർത്തുമൊക്കെ വ്യാപകമായ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എറണാകുളം ജില്ലയിൽ നിന്നുമുണ്ടായ ദുഃഖകരമായ വാർത്ത കൂത്താട്ടുകുളത്തിന് സമീപം പെരുമാറാടിയിൽ തൊഴിലുറപ്പ് തൊഴിലാളി മരം വീണ് മരിച്ചു എന്ന വാർത്തയാണ്. അതിനൊപ്പം തന്നെ ചെറായിൽ നിന്നും ഒരു യുവാവിനെ വഞ്ചി മറിഞ്ഞ് കാണാതായിട്ടുണ്ട്. എറണാകുളം ജില്ലയുടെ പൊതുസ്ഥിതി അതാണ്. ഇതിനപ്പുറം നിരവധിയിടങ്ങളിൽ പ്രതിസന്ധിയുണ്ട്. ഇന്നലെ നമ്മൾ കണ്ടതാണ് സംസ്ഥാനത്ത് റെയിൽവേ ലൈനുകളിൽ മരം വീണതിനെ തുടർന്ന് റെയിൽ ഗതാഗതം പൂർണ്ണമായി തന്നെ തകരാറിലാവുന്ന സാഹചര്യമുണ്ടായിരുന്നു. മണിക്കൂറുകൾ വൈകിയാണ് ട്രെയിൻ ഓടുന്നത്. ഇന്നത്തെ ദിവസവും ട്രെയിൻ സർവീസുകളെ അത് ബാധിച്ചിട്ടുണ്ട്. ഇന്നലെ വൈകി ഓടിയ ട്രെയിൻ സർവീസുകൾ മൂലം ഇന്നത്തെ ഗതാഗതത്തെയും അത് ബാധിച്ചിട്ടുണ്ട് എന്നതാണ്. ട്രെയിൻ ഗതാഗതം ഒട്ടും സാധാരണ നിലയിലായിട്ടില്ല എന്നതാണ് പ്രേക്ഷകർ ഓർമ്മിക്കുക, ട്രെയിൻ യാത്രക്കാർ ഓർമ്മിക്കുക. അവിടെ ട്രെയിൻ ഗതാഗതത്തിൽ ഇപ്പോഴും പ്രതിസന്ധിയുണ്ട്. മണിക്കൂറുകൾ വൈകി തന്നെയാണ് ട്രെയിൻ സർവീസുകൾ ഓടുന്നത്. പല ട്രെയിനുകളും റീഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്, സമയം പുനഃക്രമീകരിച്ചിട്ടുണ്ട് എന്നതാണ് സാഹചര്യം. കൊച്ചിയുടെ പൊതുചിത്രം കൂടി നമുക്ക് പരിശോധിക്കാം. കൊച്ചിയിൽ നിന്നും നവമി ദിനേശ് ചേരുന്നു. നവമി, തിരുമാറാടിക്ക് സമീപം തിരുമാറാടിയിൽ ഒരു തൊഴിലുറപ്പ് തൊഴിലാളിയുടെ മരണവാർത്ത രാവിലെ പുറത്തു വരുന്നുണ്ട്. ഒപ്പം തന്നെ ചെറായിൽ നിന്നും ഒരു യുവാവിനെ കാണാതായ വാർത്തകളും. മഴക്കെടുതികൾ എന്തൊക്കെയാണ്? എന്താണ് ജില്ലയുടെ പൊതു സാഹചര്യം? സജിത്ത്, 3 മണിക്കൂർ എറണാകുളത്ത് റെഡ് അലേർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. രാവിലെ തുടങ്ങിയ മഴയാണ്, പുലർച്ചെ തുടങ്ങിയ മഴയാണ്. ഇടയ്ക്ക് ചെറിയൊരു ശമനം ഉണ്ടായെങ്കിൽ പോലും ഇപ്പോഴും അതിശക്തമായി തന്നെ മഴ തുടരുന്ന സാഹചര്യം. നഗരങ്ങളിലൊക്കെ പലയിടങ്ങളിലും വലിയ ഗതാഗത തടസ്സമുണ്ടായി. പ്രത്യേകിച്ച് ഈ ദേശീയപാത വികസനം കൂടി നടക്കുന്നതിന്റെ ഭാഗമായി ഒരുപാട് റോഡുകളുടെ ഒരു കുഴികളിലൊക്കെ പെട്ട് വലിയൊരു അപകടങ്ങളൊക്കെ ഉണ്ടാകുന്ന സാഹചര്യത്തിലേക്ക് വരുന്നു. അതോടൊപ്പം ഈ മരങ്ങളൊക്കെ കടപുഴകി റോഡിലേക്ക് വീഴുന്നതും ഒക്കെ വലിയ രീതിയിലുള്ള അപകടം ഉണ്ടാകുന്നുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് കാക്കനാട് തുതിയൂരാണ്. ഈ പ്രദേശങ്ങളിൽ ചില വീടുകളിലൊക്കെ വെള്ളം കയറുന്ന സാഹചര്യമാണ്. അതേ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഇന്നലെ രാത്രിയത്തെ മഴയിലാണ് വീടുകളിലൊക്കെ വെള്ളം കയറിയത്. ഇപ്പോഴും വീടിന്റെ മുറ്റം നിറച്ച് വെള്ളം കെട്ടി നിൽക്കുന്ന സാഹചര്യമാണ്. രാവിലെ ആണ് വീട്ടുകാരെല്ലാം ഈ വെള്ളം അകത്ത് കയറിയ വെള്ളം കോരിക്കളയുന്നത്. ഇപ്പോഴും ദേ വെള്ളം ഇങ്ങനെ തുടർച്ചയായി നിന്ന് കഴിഞ്ഞാൽ വീടുകളിലൊക്കെ വെള്ളം കയറുന്ന സാഹചര്യമാണ്. ഇത് പലയിടങ്ങളിലും താഴ്ന്ന പ്രദേശങ്ങളിൽ, കൊച്ചിയിലെ താഴ്ന്ന ഇടങ്ങളിലെ കാഴ്ചയാണ് ഇപ്പോൾ ഈ കാണുന്നത്. വെള്ളം കയറി വലിയ ദുരിതം അനുഭവിക്കുന്ന ആളുകളെ ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ ചതുപ്പ് നിലങ്ങളിൽ വീട് വെച്ചവർക്കാണ് ഇത്ര വലിയൊരു അനുഭവം ഉണ്ടാകുന്നത്. നഗരങ്ങളിൽ പൊതുവെ കൊച്ചി നഗരത്തെ സംബന്ധിച്ച് മഴ ഒരു 2 മണിക്കൂർ തുടർച്ചയായി മഴ പെയ്താൽ വെള്ളം കെട്ടുന്ന സാഹചര്യമാണ്. ഇത്തവണ അതിൽ നിന്നൊക്കെ കുറച്ച് ശമനമുണ്ട്. വലിയ രീതിയിലുള്ള ഒരു വെള്ളക്കെട്ട് നമുക്ക് കൊച്ചി നഗരത്തിൽ കാണാൻ കഴിയുന്നില്ല. എങ്കിൽ പോലും ഈ വെള്ളപ്പൊക്ക സാധ്യതയൊന്നും നമുക്ക് തള്ളിക്കളയാനും കഴിയില്ല. പല വീടുകൾ ഇവിടെ ഈ അടുത്ത് 3 വീടുകളുണ്ട്. ഇവിടെയൊക്കെ വെള്ളം കയറിയ ദൃശ്യങ്ങൾ നമുക്കിപ്പോൾ കാണാൻ കഴിയും. അതോടൊപ്പം മൂവാറ്റുപുഴയാറിലെ ജലനിരപ്പ് വെള്ളപ്പൊക്ക മുന്നറിയിപ്പ് നില പിന്നിട്ടു എന്ന ചെറിയ ആശങ്കപ്പെടുത്തുന്ന വാർത്ത കൂടി വരുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ ജലനിരപ്പ് നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായി മലങ്കര ഡാമിന്റെ 4, 5, 6 എന്നീ ഷട്ടറുകൾ 20 സെന്റിമീറ്ററായി നിജപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വെള്ളം പുറത്തേക്ക് ഒഴുക്കി അത് വലിയൊരു ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. എങ്കിൽ പോലും ജാഗ്രത പാലിക്കണം. ജനങ്ങൾ കർശനമായിട്ടുള്ള ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഒപ്പം സജിത്ത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കൂത്താട്ടുകുളത്ത് തൊഴിലുറപ്പ് ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുന്ന വഴിയിൽ മരം വീണ് ഒരു വൃദ്ധ മരിച്ചു. തിരുമാട് സ്വദേശി അന്നക്കുട്ടിയാണ് മരിച്ചത്. ഈ പറമ്പിൽ നിന്ന് റബ്ബർ മരവും മരവും അന്നയുടെ പുറത്തേക്ക് വീഴുകയായിരുന്നു. അതോടൊപ്പം ചെറായിൽ ഇന്നലെ വൈകിട്ട് 6 മണിക്ക് നിന്ന് കാണാതായ നിഖിലിനായിട്ടുള്ള തിരച്ചിൽ തുടരുന്നുണ്ട്. ഈ ചെറിയൊരു വള്ളത്തിൽ കായലിൽ മീൻ പിടിക്കാൻ പോയതാണ് നിഖിലും സുഹൃത്തുക്കളും. വള്ളം മറിഞ്ഞ് സുഹൃത്തുക്കളെ രക്ഷപ്പെടുത്തി. പക്ഷേ നിഖിലിനെ കാണാനില്ല. തിരച്ചിലുമൊക്കെ അങ്ങനെ നടക്കുന്നുണ്ട്. നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം, വീടുകളിൽ വെള്ളം കയറുന്ന, വീടിന്റെ മുറ്റം നിറയും വെള്ളം കെട്ടി നിൽക്കുന്ന സാഹചര്യമാണ്. വീട്ടിൽ അകത്തൊക്കെ ഈ പടിയൊക്കെ കടന്ന് വെള്ളം കയറിയെന്നാണ് വീട്ടുകാർ പറയുന്നത്. പക്ഷെ ഇപ്പോൾ ആരും പുറത്തേക്ക് ഇറങ്ങുന്നില്ല. എല്ലാവരും വീട്ടിന്റെ ഉള്ളിൽ തന്നെ ഇരിക്കുകയാണ്. വലിയ ബുദ്ധിമുട്ടാണ് ഈ പ്രദേശങ്ങളിലുള്ളവർ അനുഭവിക്കുന്നത്. ഇത് വയൽ നികത്തി പണിത വീട് കൂടി ആയതിനാൽ അവർക്ക് ഈ വെള്ളക്കെട്ട് സാധ്യത കുറച്ചധികം കൂടും. എന്തായാലും താഴ്ന്ന പ്രദേശങ്ങളിലൊക്കെ അവസ്ഥ ഇങ്ങനെ തന്നെയാണ്. പലയിടങ്ങളിലും വെള്ളക്കെട്ടുണ്ട്. നഗരത്തിലായിക്കോട്ടെ ഗതാഗത കുരുക്ക് രൂക്ഷമാണ്. എങ്കിൽ പോലും വലിയ ജാഗ്രതാ നിർദ്ദേശം പാലിക്കണമെന്ന് ആണ് ഇപ്പോൾ അധികൃതർ വ്യക്തമാക്കുന്നത്, ജില്ലാ ഭരണകൂടം വ്യക്തമാക്കുന്നത്.
കണ്ണമാലി ഭാഗത്ത് തീരപ്രദേശത്ത് പോകുന്നവർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ തീരദേശ മേഖലയിൽ മത്സ്യബന്ധനത്തിനൊക്കെ കർശന വിലക്കുണ്ട്. എങ്കിൽ പോലും ഇതൊക്കെ ലംഘിച്ച ആളുകൾ മീൻ പിടിക്കാനും ഒപ്പം ഈ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊക്കെ പോയി വലിയ അപകടത്തിൽപ്പെടുന്നൊരു സാഹചര്യമുണ്ട്. അങ്ങനെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളൊക്കെ അടച്ചിരിക്കുന്ന സാഹചര്യം കൂടിയാണ് ഇപ്പോൾ എറണാകുളം നഗരത്തിലുള്ളത്. സജിത്. എറണാകുളം നഗരത്തിന്റെ അവസ്ഥ ഏതാണ്? പൊതുവിൽ നാശനഷ്ടം കൂടുതലാണ്. എറണാകുളത്ത് ശക്തമായ മഴ ഇപ്പോഴും അവിടെ തുടരുന്നു എന്നതാണ് സാഹചര്യം. ഇന്നലെ രാത്രി മുതൽ ആരംഭിച്ച ശക്തമായ മഴ ഇപ്പോഴും എറണാകുളം ജില്ലയിൽ ശക്തമായി തന്നെ തുടരുന്നു.